ചെറുപ്പക്കാരായ പലരും പറയുന്ന ഒരു കമന്റാണ്, എനിക്ക് എൻ്റെ പേരൻസിനോട് ഓപ്പൺ അപ്പ് ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരത് കാണുന്നില്ല, അവരെന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് ആണെന്നുള്ളൊരു കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം പല ആളുകളുടെയും മനസ്സിൽ പലപ്പോഴും പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ളിൽ ഭയങ്കരധികം ദേഷ്യവും പേരൻസിനോട് അമർഷവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവരുമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. അതൊരിക്കലും ഇപ്പൊ അവർ ഫൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെ അവർ നമ്മളെ അക്യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരിക്കലും റിയാക്ട് ചെയ്യാതെ ഒരു കാം അറ്റ്മോസ്ഫിയർ, അല്ലെ എല്ലാവരും പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അവരോട് ചെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ആ സമയം നമ്മൾ പ്രിഫർ ചെയ്യാം. രണ്ടാമത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, എനിക്ക് പലപ്പോഴും ഡിസ്കറേജ്മെന്റ് ഉണ്ടാകാറുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾ എന്നെ നോട്ട് ചെയ്തിട്ട് എന്നെ അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഡിസ്കറേജ്മെന്റ് അല്ലെ വിഷമമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും റിയാക്ട് ചെയ്യാറുള്ളത്. അതിന് പകരമായിട്ട് നമ്മുടെ ഫീലിംഗ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതായത് ഐ ഫീൽ ഡിസ്കറേജ്, എനിക്ക് വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും അത് നോട്ടീസ് ചെയ്ത് എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാത്തപ്പോൾ പലപ്പോഴും എനിക്ക് വിഷമം ഉണ്ടാകാറുണ്ട് എന്നുള്ളൊരു കാര്യം കൺവേ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയാണ്, അതായത് പലപ്പോഴും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. അതായത് പുറമേ ഉള്ളവരുടെ ഒരു അപ്രീസിയേഷൻ പലപ്പോഴും വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പലപ്പോഴും നമുക്ക് എക്സ്റ്റേണൽ വാലിഡേഷനോ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു അപ്രീസിയേഷനോ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളൊരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടുന്നതും മറ്റുള്ളവർ നമ്മളെ പറ്റി ഗുഡ് തിങ്സ് പറയുന്നത് നമുക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ കുറച്ചുകൂടെ വലുതായി, ഞാനിപ്പോൾ കുഞ്ഞല്ല, പലപ്പോഴും നമുക്ക് ഇപ്പൊ അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിലും ഞാൻ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മളെ അത് പൂർണ്ണമായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, ഒരുപക്ഷെ നമ്മുടെ പേരൻസും നമ്മളുടെ ഏജ് ഗ്യാപ്പും അല്ല നമ്മളുടെ മാനസികാവസ്ഥ അവരുടെ മാനസികാവസ്ഥ തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പലപ്പോഴും നമുക്ക് കിട്ടേണ്ട ഒരു അപ്രീസിയേഷൻ കിട്ടണം എന്നില്ല, ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങളും പലപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്റ്റേണൽ വാലിഡേഷനേക്കാൾ ഉപരിയായിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം. താങ്ക് യു.